കേരള സിലബസിൽ പഠിക്കാൻ പോയാൽ സ്കൂൾ അന്തരീക്ഷം വളരെ മോശമാണ്. കഞ്ചാവ്, MDMA, റാഗിംഗ്, സമരം, ടീച്ചേഴ്സിൻ്റെ ഉത്തരവാദിത്തമില്ലായ്മ എക്സെട്ര ആയതിനാൽ എൻ്റെ മക്കളെ CBSE തന്നെ പഠിപ്പിച്ചു എന്നാണ് ജിയോ ബിൽഡേഴ്സ് 47 എന്ന അക്കൗണ്ടിൽ നിന്ന് ഒരു റെസ്പോൺസ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു പോസ്റ്റ് വന്നിട്ടുള്ളത് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് കൂടിയുണ്ട്. അതായത് എനിക്കൊരു എഡ്യൂക്കേഷൻ കരിയർ റിലേറ്റഡ് യൂട്യൂബ് ചാനലുണ്ട്, ഡെഡിക്കേറ്റഡ് ചാനലാണ്. അവിടെ ഡിസ്കസ് ചെയ്യാറ് ഹയർ എഡ്യൂക്കേഷൻ കരിയർ കാര്യങ്ങളാണ്. സോ അവിടെ CBSE സ്കൂളുകളിൽ നിന്ന് കേരള സ്റ്റേറ്റ് ബോർഡിലേക്ക് കുട്ടികളുടെ ഒരു കൊഴിഞ്ഞുപോക്ക് ഉണ്ടാവാറുണ്ട്, പ്രത്യേകിച്ച് 8th 10th ക്ലാസ്സുകളിലേക്ക്. പല കാരണത്താൽ മെയിനായിട്ടും കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ റീസൺ അക്കാഡമിക്കലാകാം, ടെക്നിക്കലാകാം, ഫിനാൻഷ്യലാകാം, ഈവൻ കൾച്ചറൽ, മോറൽ റീസൺസ് വരെ ഉണ്ടാകാറുണ്ട്. സോ ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കേരള സ്റ്റേറ്റ് ബോർഡ് സിലബസ് പഠിപ്പിക്കുന്ന ഗവൺമെൻറ് സ്കൂളുകൾ ഈയിടെ വരെ നല്ല നിലവാരം പുലർത്തിയിരുന്നു. അവിടുത്തെ ക്ലാസ് റൂം അന്തരീക്ഷം, അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ക്വാളിഫിക്കേഷൻസ്, അവരുടെ വളരെ പക്വമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, അതൊക്കെ നമുക്ക് അവിടെ എണ്ണാൻ പറ്റും. ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എക്കണോമിക്കൽ റീസൺസ് ആണ്. CBSE സ്കൂളുകളിൽ ഫീസ് വളരെ വളരെ കൂടുതലാണ്, ഗവൺമെൻറ് സ്കൂളുകളിൽ വളരെ കുറവാണ്. എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, എൻ്റെ കുട്ടികൾ 3 ആൾക്കാരുണ്ട്. LKG, 4th, 6th. 1 ലക്ഷത്തിൽ കൂടുതൽ പെർ ഇയർ എക്സ്പെൻസ് വരുന്നുണ്ട്. അത് കൂടുതലാണ് എന്ന് പറയുന്നില്ല, പലരും ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇതിലും കൂടുതൽ ഫീസ് കൊടുത്ത് CBSE സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ടാകും. സോ ഒബ്വിയസ്ലി CBSE സ്കൂൾസ് ആർ വെരി എക്സ്പെൻസീവ്. ചെറിയ ക്ലാസ്സുകളിൽ പോലും വലിയ വലിയ ഫീസാണ്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് അക്കാദമിക്കാണ്. ഈവൻ അക്കാഡമിക് കാര്യം നേരത്തെ പറഞ്ഞ ടെക്നിക്കൽ റീസൺസിൻ്റെ കണ്ടിന്യൂഷനാണ്. നല്ല പക്വമായ എലിജിബിളായ ടീച്ചേഴ്സാണ് തീർച്ചയായിട്ടും പേറോളിലുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. വെൻ കമ്പയർഡ് ടു CBSE സ്കൂൾസ്, CBSE സ്കൂളുകൾ മാനേജ്മെൻറ്റുകൾ നടത്തുന്നത് കാശിന് വേണ്ടി തന്നെയാണ്. സോ അവിടെ നിയമിക്കുന്ന ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻസ്, ചെറിയ ക്വാളിഫിക്കേഷൻസിന്, കാരണം ചെറിയ സാലറി കൊടുത്താൽ മതിയല്ലോ എന്ന റീസൺ ആയിരിക്കാം, അങ്ങനെ ഉള്ള ഒരു അന്തരീക്ഷത്തിൽ പഠിച്ചു വരുന്ന കുട്ടികളെക്കാളും CBSEയേക്കാളും ബെറ്റർ കേരള സ്റ്റേറ്റ് ബോർഡ് ആയിരുന്നു. സോ അങ്ങനെയും ഒരു റീസൺ വരുന്നുണ്ട്. കൾച്ചറൽ റീസൺസ്, കേരള സ്റ്റേറ്റ് ബോർഡിൽ ഈവൻ ഇംഗ്ലീഷ് മീഡിയം ആയാലും മലയാളം മീഡിയം ആയാലും അവിടെ നിന്ന് അവർക്ക് ആ കേരളത്തിൻ്റെ ആ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ പഠിച്ചിറങ്ങാൻ, ആ രീതിയിലുള്ള ഒരു ഫ്രീഡമൊക്കെ അനുഭവിച്ച് പഠിച്ചു വരുന്ന ഒരു തലമുറ, ഒബ്വിയസ്ലി അത് വലിയൊരു അട്രാക്റ്റീവ് റീസൺ തന്നെയാണ്. മോറൽ റീസൺസ് നേരത്തെ പറഞ്ഞ പോലെ വളരെ നാടൻ രീതിയിൽ വളർന്നു വരുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടാനും സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ വളർന്നു വരണം എന്നാണ് എന്നെ പോലുള്ള രക്ഷിതാക്കളുടെയും ആഗ്രഹം എന്നുള്ളത്. പക്ഷേ ഇക്വേഷൻസ് ഹാവ് റിവേഴ്സ്ഡ്. ഈ ഒരു രക്ഷിതാവ് പറഞ്ഞതുപോലെ തന്നെ കഞ്ചാവ്, MDMA, റാഗിങ്, ടീച്ചേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമില്ലായ്മ, ക്ലാസ് കട്ടാക്കൽ, സമരത്തിന് പോകൽ, അവരുടെ ക്ഷേമം, അവരുടെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉത്തരവാദിത്തമില്ലാതെ ക്ലാസ്സുകളിൽ പെരുമാറുന്ന കാര്യങ്ങൾ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് രക്ഷിതാക്കൾ മറിച്ച് ആലോചിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ CBSE സ്കൂളുകൾ, എൻ്റെ കുട്ടികളുടെ കാര്യം പ്രത്യേകം ഹൈലൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഈ സ്കൂളുകളിൽ നിന്ന് ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ട് അതിൻ്റെ ഫോളോ അപ്പ് നടക്കുന്നത് വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് പാരൻസിൽ കൂടിയാണ്. സോ മാക്സിമം പ്രഷർ പാരൻസിലിടുക, പാരൻസിനെ കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുക, വീട്ടിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് ക്ലാസ്സുകളിലേക്ക് വരിക, ടീച്ചേഴ്സ് അവിടെ ഗ്രേഡ് കൊടുക്കും, മാർക്ക് കൊടുക്കും. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കൾച്ചറൽ ഇവൻറ്റ്സ് നടത്തി അതിൻ്റെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ വൈറലാക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒതുങ്ങിപ്പോവുകയാണ് CBSE സ്കൂളുകൾ. എങ്കിലും രക്ഷിതാക്കൾ കംഫർട്ടബിളാണ് CBSE സ്കൂളുകളിൽ. കാരണം കേരള സ്റ്റേറ്റ് ബോർഡ് ഗവൺമെൻറ് സ്കൂളുകൾ അനുഭവിക്കുന്ന നിലവാര തകർച്ച തന്നെയാണ്. കേപ്പബിളായ ടീച്ചേഴ്സ് ഉണ്ട്, പ്രോപ്പറായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്.
1990 മുതൽ 2000 വരെയുള്ള സമയമായിരുന്നു. വളരെ ക്രിട്ടിക്കൽ ടൈമായിരുന്നു. പല സബ്ജക്റ്റുകളിലേക്കും ടീച്ചേഴ്സ് ഉണ്ടായിരുന്നില്ല. സയൻസ് സബ്ജക്റ്റുകളിൽ 1-2 പാഠങ്ങൾ ഒഴിച്ച് പഠിപ്പിക്കാൻ ആളുണ്ടായിരുന്നില്ല. SSLC 10th ശേഷമാണ് മാത്സൊക്കെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചത്. സോ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം കാതലായ ഡ്രാസ്റ്റിക്കായ മാറ്റം വന്നിരുന്നു നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഗവൺമെൻറ് സ്കൂളുകളിലേക്ക്. കേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വകാര്യ അഹങ്കാരമാണ് തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ രംഗവുമൊക്കെ. സ്വകാര്യ അഹങ്കാരമായിരുന്നു എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗം. സോ ഗവൺമെൻറ് സ്കൂളുകൾ അതിനൊരു വലിയ ലെഗസി ഉണ്ട്, അതിന് വലിയൊരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ആ രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവന്നിരുന്നു. ഈയിടെ ഏകദേശം ഒരു 10 ആകാൻ പോവുകയാണ്, ഒരു ഡെക്കേഡ് ആകാൻ പോവുകയാണ്. LDF സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ലെഫ്റ്റിസ്റ്റ് നേതാക്കളോടും പൊളിറ്റീഷ്യൻസിനോടും അവരുടെ ചിന്താഗതികളോടുമൊക്കെ തീർച്ചയായിട്ടും ബഹുമാനമുണ്ട്. അവർക്ക് വിദ്യാഭ്യാസ രംഗത്ത് കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി ഉണ്ട്, കേപ്പബിലിറ്റി ഉണ്ട്. വില്ലിങ്നെസ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം, പ്രതിപക്ഷമായിട്ടുള്ള UDF ആണെങ്കിലും BJP ആണെങ്കിലും NDA സർക്കാരുകൾ ആണ് വരുന്നതെങ്കിലും അവരും പറയും തീർച്ചയായിട്ടും മാറ്റങ്ങൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവരും എന്നൊക്കെ. പക്ഷേ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല നമ്മുടെ LDF സർക്കാരിന് അങ്ങനെ ഒരു കഴിവില്ല എന്ന കാര്യത്തിൽ. തീർച്ചയായിട്ടും അവർക്കും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. സോ ഒരു രക്ഷിതാവിന് അൺസർട്ടിനിറ്റി ഫീൽ ചെയ്യുകയാണ്. അവരുടെ കുട്ടി ക്ലാസ്സുകളിലേക്ക് പോവുകയാണെങ്കിൽ ആ ക്ലാസ്സുകളിൽ അവർ റാഗിങ്ങിന് ഇരയാകും, അവർ കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും, അല്ലെങ്കിൽ അവിടെ ക്ലാസ്സുകളിൽ ടീച്ചേഴ്സ് ഇല്ല, ഉത്തരവാദിത്തമില്ലാതെയാണ് ടീച്ചേഴ്സ് പെരുമാറുന്നത്, അവർക്ക് അവരുടേതായ സ്വകാര്യ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സിന് വേണ്ടി, സാലറിയുടെ കാര്യത്തിന് വേണ്ടി തീർച്ചയായിട്ടും അവർ സമരം ചെയ്യണം. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമരങ്ങൾ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ എഡ്യൂക്കേഷനെ ബാധിക്കുന്നു എന്നൊക്കെ വരുമ്പോൾ ഒബ്വിയസ്ലി രക്ഷിതാക്കൾ മറിച്ച് ചിന്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെയും ഇതുപോലെയുള്ള ഗവൺമെൻറ് സ്കൂളുകൾക്ക് നിലവാര തകർച്ച വന്നിരുന്നു. ആ സമയത്ത് വലിയ രീതിയിൽ തന്നെ കുട്ടികളെ ഗവൺമെൻറ് സ്കൂളുകളിൽ ചേർക്കാതെ പ്രൈവറ്റ് സ്കൂളുകളിലേക്ക്, CBSE സ്കൂളുകളിലേക്ക് രക്ഷിതാക്കൾ ചേർത്തിരുന്നു. പല സ്കൂളുകളും പല ക്ലാസ് റൂമുകളും അടിച്ചു പൂട്ടേണ്ട അവസ്ഥ വന്നിരുന്നു. പല ടീച്ചേഴ്സിനും ജോബ് നഷ്ടപ്പെടുന്ന അവസ്ഥ, അല്ലെങ്കിൽ സ്ഥലം മാറ്റം വരുന്ന അവസ്ഥ. അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത്, അവർ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് നിന്ന് മാറി വേറെ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നിരുന്നു. പക്ഷേ വലിയ മാറ്റം വന്നിരുന്നു നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ. തീർച്ചയായിട്ടും വി ഷുഡ് ഗീവ് പ്രോപ്പർ ക്രെഡിറ്റ്സ് ടു അവർ പൊളിറ്റീഷ്യൻസ് ആൻഡ് പൊളിറ്റിക്കൽ ലീഡേഴ്സ്. LDF ആയാലും UDF ആയാലും ഇടത് വലതുപക്ഷ കക്ഷികൾ ഏതായാലും അവർ കൊണ്ടുവന്ന മാറ്റങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷേ ഇന്ന് കാണുന്ന ഈ പ്രശ്നങ്ങൾ, ലഹരിയുടെ കാര്യം, കഞ്ചാവിൻ്റെ കാര്യം, MDMA കാര്യം, റാഗിങ്ങിൻ്റെ കാര്യം മീഡിയയിലും മറ്റും തകർത്ത് വാഴുകയാണ്. ബ്രേക്കിംഗ് ന്യൂസായി നമ്മുടെ മുമ്പിൽ കൂടി വരികയാണ്. എന്ത് ധൈര്യത്തിലായിരിക്കും നാം നമ്മുടെ കുട്ടികളെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇതുപോലെയുള്ള അവസ്ഥയിലേക്ക് അയക്കാനുള്ള ഒരു ധൈര്യം കാണിക്കുന്നത്? ഞാൻ എൻ്റെ കുട്ടികളെ ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ വൈഫ് അവൾക്ക് തീർച്ചയായിട്ടും ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിക്കുന്നതിനെക്കുറിച്ച് വലിയ അഭിപ്രായമില്ല. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ അക്കാദമിക് റീസൺ ഒന്നാണ്. രണ്ടാമത്തത് ഇതുപോലെയുള്ള മോറൽ റീസൺസ്. നേരത്തെ പറഞ്ഞ റാഗിങ്, കഞ്ചാവ് പോലുള്ള കാര്യങ്ങൾ വന്ന് നമ്മുടെ കുട്ടികളുടെ സ്വഭാവം നശിച്ചു പോകുമോ എന്നുള്ള പേടി തന്നെയാണ്. ആസ് എ റെസ്പോൺസിബിൾ പാരൻറ്റ്, ആസ് എ ഗാർഡിയൻ, ആ ഒരു ചിന്ത, ആ ഒരു ടെൻഷൻ തീർച്ചയായിട്ടും എനിക്കുണ്ടാവണം, നിങ്ങൾക്കുണ്ടാവണം. പക്ഷേ ഈ ഒരു മാറ്റം കൊണ്ടുവരേണ്ടത്, നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിൽ മാറ്റം കൊണ്ടുവരേണ്ടത്, അതിന് അർഹിക്കുന്ന സ്ഥാനം നൽകി ആ ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് ബെനിഫിറ്റ്സ് തീർച്ചയായിട്ടും ഗവൺമെൻറ് സ്കൂളുകൾക്കുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഖജനാവ് ചെലവാക്കി ഉണ്ടാക്കിയ സ്കൂളുകളാണ് പലതും. തീർച്ചയായിട്ടും PTA അല്ലെങ്കിൽ അലുമിനൈ, ആ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളുടെ വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഒരു സ്കൂളുകൾക്കുണ്ട്. ഏത് പ്രദേശത്തുള്ള സ്കൂളായാലും
പക്ഷേ ആ സ്കൂളുകളിൽ വളർന്നു വരുന്ന കുട്ടികളുടെ സ്വഭാവ ദൂഷ്യം, പ്രത്യേകിച്ച് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവിടെ പഠിപ്പിക്കാൻ വരുന്ന ടീച്ചേഴ്സിൻ്റെ ഒരു രീതിയിലുള്ള അവരുടേതായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകി കുട്ടികളുടെ കാര്യങ്ങൾക്ക് സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കുന്ന അവസ്ഥയൊക്കെ വരുമ്പോൾ കുട്ടികളും രക്ഷിതാക്കളും തീർച്ചയായിട്ടും ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്ന് മാറി ചിന്തിക്കുമോ എന്നതാണ് എൻ്റെ വലിയൊരു പേടി എന്നുള്ളത്. ആ പേടി എനിക്ക് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തുള്ള, നമ്മുടെ കേരളത്തിലുള്ള എല്ലാ രക്ഷിതാക്കൾക്കും, ടീച്ചേഴ്സിനും, ഗവൺമെൻറ് ടീച്ചേഴ്സിനും, നമ്മുടെ പൊളിറ്റീഷ്യൻസിനും, ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും അവിടുത്തെ നേതാക്കൾക്കും ഉണ്ടാകണം എന്നാണ് എൻ്റെ ചെറിയൊരു അഭ്യർത്ഥന. സോ വി നീഡ് ചേഞ്ച്. നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകൾ തിരിച്ചു വരണം. CBSE സ്കൂളുകൾ അടച്ചു പൂട്ടണം എന്നല്ല, ദേ ഓൾസോ ഷുഡ് ബി ദെയർ. CBSE സ്കൂളുകളിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തഡോളജി ഫോളോ ചെയ്യണം. ടീച്ചേഴ്സ് പാരൻസിനെ വെച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ പക്വമായ ഒരു അപ്രോച്ച് അവലംബിക്കണം. അതിന് മെയിനായിട്ടും നമുക്ക് ടീച്ചേഴ്സിനെ മാത്രം കുറ്റപ്പെടുത്തിയാൽ പോരാ. കാരണം ഈ CBSE സ്കൂളുകളിലുള്ള മാനേജ്മെൻറ്റ് അവർ വെറും ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് മാത്രം പ്രയോറിറ്റി കൊടുക്കാതെ, അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ മാച്യൂരിറ്റി ഇല്ലാത്ത, പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ, ആ രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ടീച്ചേഴ്സിനെയൊക്കെ കൊണ്ടുവരുമ്പോൾ ഈ രീതിയിലുള്ള അവസ്ഥ തീർച്ചയായിട്ടും വരും. സോ അവരും കുറച്ചും ചിന്തിക്കണം. CBSE സ്കൂളുകളും ഗവൺമെൻറ് സ്കൂളുകളും വേണം, പ്രൈവറ്റ് സ്കൂളുകളും വേണം, ഗവൺമെൻറ് സ്കൂളുകളും വേണം. ദേ ഷുഡ് കോമ്പീറ്റ് ഇൻ എ ലെവൽ ഗ്രൗണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എഡ്യൂക്കേഷൻ രംഗം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. മുന്നോട്ട് വരുന്ന സമയം എന്നുള്ളത് വളരെ കോമ്പറ്റിറ്റീവാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അനന്ത സാധ്യതകളും അതുപോലുള്ള, അല്ലെങ്കിൽ അതിനെ കവച്ചു വയ്ക്കുന്ന പല ടെക്നോളജിയും വന്നുകൊണ്ടിരിക്കുന്നു, വരാൻ പോകുന്നു. സോ അതിലേക്കുള്ള ഒരു ജനറേഷനെ വാർത്തെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. കാരണം നമ്മുടെ ക്ലാസ് റൂമിൽ നിന്ന് മാത്രമല്ല കുട്ടികൾ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്, അതിനേക്കാൾ എത്രയോ നല്ല കാര്യങ്ങൾ, എത്രയോ വലിയ കാര്യങ്ങൾ യൂട്യൂബ് പോലുള്ള മാധ്യമങ്ങൾ വെച്ച് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിനുള്ളൊരു സാഹചര്യമുണ്ട്. എസ്പെഷ്യലി കോവിഡിന് ശേഷമുള്ള കുട്ടികളുടെ കയ്യിലെല്ലാം മൊബൈൽ എത്തിയ സമയത്ത്. സോ അതിനെ നമുക്ക് തീർച്ചയായിട്ടും നെക്സ്റ്റ് ലെവലിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ചും കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളൊരു രക്ഷിതാവാണ്, ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന, കേരള സ്റ്റേറ്റ് ബോർഡ് സിലബസ് ഫോളോ ചെയ്യുന്ന കുട്ടിയുടെ പാരൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്ത് ബുദ്ധിമുട്ടാണ് നിങ്ങൾ അനുഭവിക്കുന്നത്? CBSE സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളാണെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ്? അത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാം എന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ കക്ഷികളുടെയും നേതാക്കളുടെയും പൊളിറ്റീഷ്യൻസിൻ്റെയും പോളിസി മേക്കേഴ്സിൻ്റെയും മന്ത്രിമാരുടെയും ഒക്കെ മുന്നിൽ എത്തേണ്ടതായിട്ടുണ്ട്. സോ അതിലേക്കുള്ള ചെറിയൊരു അറ്റംപ്റ്റ് ആയിക്കോട്ടെ ഈ വീഡിയോ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുള്ളത്. അറിയാം, അധികം ആൾക്കാരൊന്നും ഈ എപ്പിസോഡ് കാണില്ല, പക്ഷേ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.